പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബുക്ക് മാർക്കായിട്ട് കണ്ടാലോ. ഒരു ഹേർട്ട് ഷേപ്പിലുള്ളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഈ മെഷർമെൻറ്റിൽ കാണുന്നൊരു പേപ്പർ പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊണ്ട് അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പിങ്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹേർട്ട് ഷേപ്പ് ആകുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു പിങ്ക് കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ആ പേപ്പർ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ആ 2 ഭാഗവും നടുവിലേക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിന് ഏതെങ്കിലും ഒന്ന് അല്പം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓരോ കോർണേഴ്സും ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് മടക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിന് 4 കോർണേഴ്സ് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഹേർട്ട് ഷേപ്പ് കിട്ടിയില്ലേ. നമുക്കിതൊന്ന് ബുക്കിൽ ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ ബുക്കിൻ്റെ കോർണറിലാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതപ്പോൾ ഇത് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിതുപോലെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേഗം പോയി ഒന്ന് ഉണ്ടാക്കി നോക്കൂ.